ലൈവിൽ ജയിൽ നോമിനേഷൻ നടക്കുകയാണ്. അപ്പോൾ അനുമോള് നെവിനും കൂടെ മത്സരമാണ്. ഓടി വന്ന് ആദ്യം പറയണമെന്ന് പറഞ്ഞിട്ട് അനുമോള്, അതുപോലെ എനിക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് നെവിന് ഓടി വരികയാണ്. അവസാനം നെവിൻ പറയുന്നുണ്ട് അവിടെ നിന്നു, ഞാനിത് പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട്. അനുമോള് പറഞ്ഞിട്ട് ഓർഡറിൽ പറയാനല്ലേ പറഞ്ഞത്, അപ്പം ഞാൻ പറയട്ടെ എന്ന് പറയുന്നു. അപ്പം നെവിൻ പറഞ്ഞു അവിടെ അങ്ങോട്ടൊക്കെ മാറി നിൽക്കി, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അനുമോളോട് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ ചെയ്യാൻ പോകുന്നത് മറ്റാരെയുമല്ല, അനുമോളെ തന്നെയാണ്. അവൾ അവിടെ തന്നെ നിന്നോട്ടെ, കുഴപ്പമില്ല, അവളവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല, ഞാൻ തന്നെ പറയുമെന്ന് പറഞ്ഞിട്ടാണ് നെവിൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ. 13 ആഴ്ചയായിട്ടും വോട്ട് അസാധുവാക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് അവൾ ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ അവൾ കിച്ചണിൽ വരിക പോവുക. ഇപ്പം എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിരിച്ചുകൊണ്ടൊക്കെ പറയുകയാണേ. പിന്നെ അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ദിവസമെങ്കിലും പോയിട്ട് അനീഷേട്ടനെക്കാട്ടി കൂടുതൽ തവണ ജയിലിൽ കിടന്നു എന്നുള്ളതിൻ്റെ പദവി നിനക്ക് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതുകൊണ്ട് ഫസ്റ്റ് നോമിനേഷൻ അനുമോൾ. രണ്ടാമത്തെ നോമിനേഷൻ ഞാൻ നിസ്സംശയം പറഞ്ഞിരിക്കുന്നു. വൻ പരാജയത്തിൻ്റെ കൊടുമുടി കയറി ഉത്തങ്ക ശൃംഗത്തിൽ കയറി കൊടുകുത്തിയിട്ടുള്ള സാബുമാനെയാണ് ഞാൻ പറയുന്നത്. വേറെ ഒന്നും കൊണ്ടുമല്ല പറയുന്നത്. ഹൗസ് ക്യാപ്റ്റനായി കമാൻഡ് ചെയ്യുന്നില്ല, കിച്ചൺ ക്യാപ്റ്റനായി കമാൻഡ് ചെയ്യുന്നില്ല. അവിടെ വന്നിട്ട് പ്രോട്ടീൻ ഉണ്ടോ എന്ന് മാത്രം. ഇവൻ്റെ മുട്ട എവിടെ, പ്രോട്ടീൻ എവിടെ. ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് സാബുമാന് മുട്ട, ചെറുപയർ, പ്രോട്ടീൻ, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ അല്ലാതെ അവൻ്റെ വായിന്ന് എല്ലായിടത്തും അവനിങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങൾ അടിച്ചമർത്തി പരത്തി വെക്കുമെന്ന് പറയുന്നുണ്ട്. സാബുമാനായിരുന്നു മൂല കാരണം. എന്തിന്? ഈ അനുമോള് പുറത്താവാനായിട്ടുള്ള കാരണം സാബുമാനായിരുന്നു കിച്ചണിൽ നിന്ന്. രണ്ടാമത്തെ കാരണം ഞാൻ പറയാം. ഇവൻ കള്ളം പറഞ്ഞു. ഇവൻ പച്ച കള്ളം പറഞ്ഞു. 50,000 രൂപ കൂട്ടി പറഞ്ഞു അനുമോളുടെ കേസിൽ. അപ്പോൾ അനുമോൾ ഇരുന്നിട്ട് പറയുന്നുണ്ട് കറക്റ്റാണ്, കിച്ചണിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണവും സാബുവാണ്, ഇതും പറഞ്ഞു. കറക്റ്റ് നാരായണപ്പണി മൂലനെന്ന് പറയുന്നുണ്ട്. നാരുമാൻ. പിന്നെ വേറൊരു കാരണം, ഞാനും അക്ബറും നെഞ്ച് തകർന്ന് അപ്പുറത്തിരുന്ന സമയത്ത്, ഗാർഡൻ ഏരിയയിലിരുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ഞങ്ങളോട് പറയുന്നു ഞങ്ങൾക്കെതിരെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പ് അവൻ തകർക്കുമെന്ന് ഇവൻ പറഞ്ഞു. എന്നിട്ട് അവൻ ഇപ്പുറത്ത് വന്നിട്ട് ഇവരോട് പറയുന്നു ആര് എന്ത് എപ്പോൾ. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ച് ഇവൻ ഈ അവസാന ആഴ്ചയിലെങ്കിലും ജയിലിൽ പോയി കിടന്ന് ഇവൻ നെഞ്ച് തകർന്ന് അതിനകത്ത് കിടന്ന് ഇവനെ അനുഭവിക്കണം, ഇവനെ ജയിലിൽ വിടുമെന്ന് ഞാൻ അന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് നോമിനേഷൻ ഈ സാബുമാൻ തന്നെ ജയിലിൽ പോകണമെന്ന് നെവിൻ പറയുന്നുണ്ട്. സാബുമാനെ തേച്ച് ഒട്ടിച്ച്, സാബുമാൻ തേഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ഒരക്ഷരം മിണ്ടാൻ വയ്യാതെ ആ മൂലക്കിരിപ്പുണ്ട്. വീട്ടിൽ പോകാനുള്ള ആഴ്ചയിൽ തന്നെ ഇത്രയും വലിയൊരു അവാർഡ് സാബുമാന് കിട്ടുമെന്ന് സാബുമാൻ ഒരിക്കലും വിചാരിച്ചില്ല. 2 ദിവസം കൊണ്ട് സാബുമാൻ എയറിലാണ്. കാരണം എല്ലാ ചാനലുകളിലും സാബുമാൻ്റെ ആ വീഡിയോ, ഷാനവാസുമായിട്ടുള്ള വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.